ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല 26 വർഷങ്ങളാണ് നീതിക്കായുള്ള പോരാട്ടത്തിന് വേണ്ടി മാത്രം ഹോമിക്കേണ്ടി വന്നത്. മുൻ മന്ത്രി ഡോക്ടർ എ നീലലോഹിതദാസൻ നാടാരെ ഒരു കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലം മുഴുവൻ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയില്ല. ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, അതിന്റെ കാലതാമസത്തെ, അതൊരു പൗരന്റെ ജീവിതത്തിൽ ഏൽപ്പിക്കുന്ന ആഘാതത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ്. 1999 കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു. അന്നത്തെ വനം മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ഒരു വനിതാ IFS ഉദ്യോഗസ്ഥ പരാതി നൽകി. ഔദ്യോഗിക ചർച്ചയ്ക്കായി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിച്ചു എന്നതായിരുന്നു ആരോപണം. ഒരു ജനപ്രതിനിധിക്കും ഭരണകർത്താവിനും ഇതിലും വലിയൊരു തിരിച്ചടി സ്വപ്നത്തിൽ പോലും ചിന്തിക്കാനാവില്ല. രാഷ്ട്രീയത്തിന്റെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സ്വന്തം പാർട്ടി പോലും സംശയത്തോടെ നോക്കി തുടങ്ങിയ ഒരു കാലം. നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഈ പോരാട്ടത്തിൽ ജീവിതം, കുടുംബം, സാമൂഹിക പദവി എല്ലാം ഹോമിക്കപ്പെട്ടു. കേസിന്റെ നിയമ പോരാട്ടം 2002 ആരംഭിക്കുന്നത്. അന്നു മുതൽ നീതിക്കായുള്ള അദ്ദേഹത്തിന്റെ കാത്തിരിപ്പ് തുടങ്ങി. വിചാരണ കോടതിയിൽ ശിക്ഷ വിധിക്കപ്പെട്ടു. അത് 1 വർഷത്തെ തടവും 50,000 രൂപ പിഴയുമായിരുന്നു. വിധിയിൽ തളരാതെ അദ്ദേഹം സെഷൻസ് കോടതിയെ സമീപിച്ചു. അവിടെ ശിക്ഷ 3 മാസമായി കുറച്ചു. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടില്ല. അദ്ദേഹം അവസാനം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി, നീതിപീഠങ്ങൾ മാറി. പക്ഷേ കേസിന്റെ ഫയലുകൾക്ക് മേൽ ഒരു മനുഷ്യന്റെ ജീവിതം താങ്ങി നിന്നു. തലമുറകൾ മാറി, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറിമറിഞ്ഞു. എന്നിട്ടും ആ കേസ് മാത്രം അവസാനിച്ചില്ല. ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ചരിത്രവിധി വന്നത്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കി. പരാതിക്കാരിയുടെയും അവരുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളുടെയും മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി കണ്ടെത്തി. തെളിവ് ശേഖരണത്തിൽ കീഴ്ക്കോടതികൾക്ക് പിഴവ് സംഭവിച്ചെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഒരു മനുഷ്യനെ ക്രൂരവിചാരണ ചെയ്ത ശേഷമാണ് കുറ്റവിമുക്തനാക്കുന്നത്. കോടതിയുടെ ഈ വിധി ഒരു വലിയ വിജയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം ബാക്കിയാവുന്നു. നീലലോഹിതദാസൻ നാടാരുടെ നഷ്ടപ്പെട്ട 26 വർഷങ്ങൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി, കുടുംബത്തിന്റെ സമാധാനം, സമൂഹത്തിൽ നേരിടേണ്ടി വന്ന മാനഹാനി, ഇതിനൊക്കെ ആരാണ് ഇനി ഉത്തരം പറയുക? നീതി വൈകുന്നത് അത് നിഷേധിക്കപ്പെടുന്നതിന് തുല്യമാണ് എന്ന് പറയാൻ കാരണം ഇതാണ്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയധികം കാലതാമസം വരുത്തുന്നത്? സത്യം ജയിക്കാൻ വേണ്ടി ഇത്രയധികം കാലം ഒരു മനുഷ്യൻ എന്തിനാണ് ബലിയാടാകേണ്ടി വരുന്നത്? ഇത് കേവലം ഒരു വാർത്തയല്ല. നീതിന്യായ വ്യവസ്ഥയുടെ പാളിച്ചകൾ എത്ര ഭീകരമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നൊരു പാഠം. നീലലോഹിതദാസൻ എന്ന വ്യക്തിക്ക് നീതി ലഭിച്ചിരിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം ഓർക്കുമ്പോൾ ഈ വിധി പൂർണ്ണമായ വിജയമാണെന്ന് പറയാൻ സാധിക്കില്ല. ഒടുവിൽ നീതി ലഭിക്കുമ്പോഴും അത് ലഭിക്കാൻ വൈകിയാലും നഷ്ടപ്പെട്ട ജീവിതം ആര് തിരികെ നൽകും എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. നീതി ലഭിച്ചതും നഷ്ടപ്പെട്ട കാലം ഒരു വലിയ മുറിപ്പാടായി അവശേഷിക്കും.